വിച്ചോട്ടാ വന്നേ. വാ, മതി മതി, എണീക്ക് മോനെ. എല്ലാരും വാ, ഇനി നമുക്ക് നാളെ കളിക്കാം. വാ വാ വാ, നമുക്ക് പോയി കുളിച്ചിട്ടേ പഠിക്കാനിരിക്കാം. വാ വാ. ആ, വേഗം വരുന്നവർക്ക് ചോക്ലേറ്റ് മേടിച്ചു തരാം. ചെല്ല് ചെല്ല് ചെല്ല്. ചെല്ല്. ഓ, വിച്ചൂട്ടനല്ലേ ഇവരുടെ വലിയേട്ടൻ. നല്ല അനുസരണമുള്ള അനിയത്തിമാരാ എന്തായാലും. അത് പിന്നെ അങ്ങനെയല്ലേ അച്ഛാ വേണ്ടത്. ഞാനേ അവരെ മേലൊന്ന് കഴിച്ചിട്ട് ഡ്രസ്സ് മാറ്റി കൊടുക്കട്ടെ. ശരി മോളെ. വാ വാ വാ, എല്ലാരും വാ, നടക്ക. എന്താ രഘു, ബാഗും ഒക്കെ ആയിട്ട്? എന്താ ഇതില്? ഇത് വിനയനവിടെ കൊണ്ടുവച്ചത് അമ്മാവാ, കുട്ടികളുടെ ഡ്രസ്സാ. രാവിലെ ഞാൻ കമ്പനിയിലേക്ക് ഇറങ്ങുമ്പോ അമ്പിളി ഏൽപ്പിച്ചതാ. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. വിനയൻ അവന്റെ കടമ ചെയ്തു, അമ്പിളി അവളുടെയും കടമ ചെയ്തു. ഇത് അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അമ്മാവാ. ആർച്ചമോൾക്കും ഭദ്രമോൾക്കും വേറെ ഡ്രസ്സൊന്നുമില്ലല്ലോ. അവർക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു രഘു. പിന്നെ വിനയൻ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷയല്ലല്ലോ ഞാൻ അവന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ, എന്തായാലും അതിവിടെ തന്നെ ഇരുന്നോട്ടെ. നീ ഇത്രയും ബുദ്ധിമുട്ടി കൊണ്ടുവന്നല്ലേ. അല്ല, ആർച്ചമോളും ഭദ്രമോളും ഭാനുമേടെ അടുത്താണോ? അല്ലല്ല, അവർ ഇത്രയും സമയം വിച്ചുമോന്റെ കൂടെ മുറ്റത്തിരുന്ന് കളിക്കായിരുന്നു. ഇപ്പൊ അനുമോള് അവരെ മേലെ കഴിക്കാൻ വേണ്ടി കൊണ്ടുവരിക. ആണോ? അതെ. അനുവും വിച്ചുമോനും ഉള്ളത് നന്നായി. അമ്മാവനും കുട്ടികൾക്ക് അതൊരു ആശ്വാസമാണല്ലോ. ആ, എന്ന് വെച്ച് എപ്പോഴും എല്ലാവരും കിട്ടണമെന്നില്ലല്ലോ. രഘുവിന് തിരക്കൊന്നും ഇല്ലെങ്കിൽ അകത്ത് കയറി ഇരിക്കാം. അനുവിനെ ഒന്ന് കണ്ടിട്ട് പോവാം. തിരക്കൊന്നുമില്ല അമ്മാവാ. ആ, ഞാൻ നേരെ വീട്ടിലേക്ക് പോവല്ലേ? ആ, എന്നാ വാ. ലച്ചുമോളെ, ആഹാ, മോള് വരച്ചാണോ? ആഹാ, മിടിക്കാണല്ലോ. ആ മോളെ, ബാക്കിയും കൂടി വരയ്ക്കും. ആ, അത് മുഴുവൻ വരച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് അനന്തമുത്തച്ഛന് അയച്ചു കൊടുക്കാം. ആ, മോളുടെ അച്ഛൻ വന്നു തോന്നുന്നു. ഏയ്, മോളെവിടെ ഇരുന്നോ? അമ്മയെ വിളിക്കണ്ട. നമുക്കേ അച്ഛൻ വരുമ്പോ കാണിച്ചു കൊടുക്കണ്ടേ? വരയ്ക്ക്. അങ്കിളെ. ആ രഘു, അങ്കിള് വിളിച്ചിരുന്നല്ലേ? ആ, ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുന്നോണ്ടാ തിരിച്ചു വിളിക്കാതിരുന്നേ. അങ്കിള് വെറുതെ വിളിച്ചാണോ? ആ, നീ ലേറ്റ് ആവുമെന്നറിയാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. അമ്പിളിക്കേ എന്തോ ഒരു ക്ഷീണം പോലെ, അവള് കിടക്കുക. അയ്യോ, എന്തുപറ്റി? അല്ല, ഡോക്ടറെ കാണിക്കണോ? ഏയ്, പേടിക്കാനൊന്നുമില്ല. നമ്മുടെ വിനയമെന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. അതിനുശേഷം തുടങ്ങിയ തലവേന. ദാദാ, ലച്ചുവിന്റെ പടം നോക്കി. മോളെ ഇതൊക്കെ അച്ഛനെ കാണിച്ചു കൊടുക്ക്. അച്ഛനെ കാണിച്ചു കൊടുക്കും. ആ, നോക്കട്ടെ. ആഹാ, അടിപൊളിയായിട്ടുണ്ടല്ലോ. ടീച്ചർ പറഞ്ഞാണോ വരയ്ക്കാൻ? ആണോ?
എന്റെ ലച്ചോട്ടിക്ക് 100-ൽ 100 മാർക്ക് കിട്ടും കേട്ടോ. മോൾ അമ്മയെ കാണിച്ചു കൊടുത്തത് ഇല്ലേ? എന്നാ പിന്നെ മോള് പോയി ഇത് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് വാ. വാ, അപ്പ അമ്മ എഴുന്നേക്കും. ചെല്ലേ. എന്നിട്ടേ അച്ഛൻ വന്നൊന്നും പറയണേ കേട്ടോ ലച്ചോട്ടി. മെല്ലെ പോയാ മതി. ആ പെൻസിൽ എടുത്തു. ഇത് വെച്ചോ. ആ അതെ അതെ. അച്ഛനെടുത്ത് തരാം. ചില അമ്മയുടെ ചെല്ലേ. അല്ല, വിനയം വന്നിട്ട് എന്താ പറഞ്ഞത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അവൻ മക്കളെ മനഃപൂർവ്വം നിർത്തിപ്പോയതാണെന്ന് അമ്പിളി പറഞ്ഞപ്പോ അവള് മക്കളെ ബാധ്യതയായി കരുതിയതുകൊണ്ടാണ് അച്ഛൻ അവരെ കൊണ്ടുവരുന്നത് വിനയനും പറഞ്ഞു. അല്ലെങ്കിലേ അങ്ങനെ ഒരു കുറ്റബോധം ചെറുതായിട്ട് അമ്പിളിയുടെ മനസ്സിലുള്ളതുകൊണ്ട് അവൾക്കത് പെട്ടെന്ന് ഫീൽ ചെയ്തു. അല്ലാതെ വേറെ വഴക്കോ തർക്കമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഹേയ്, അവനപ്പം തന്നെ പോയി. അതുമല്ല ഞാനില്ലേ ഇവിടെ.